നല്ല അതായത് VFX എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ്. ഇത് സെക്കൻഡ് പാർട്ട് ചെയ്യാനുമാ എന്ന് പറയുന്നത് 2025 ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്, വെറൈറ്റിയാണ്, എക്സ്പെരിമെന്റ് സ്റ്റോറിയാണ്. നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ട് മൂവി. എന്തായാലും ഒരു സൂപ്പർ നാച്ചുറൽ മൂവിയാണ്. പിന്നെ പുള്ളി പോലെ തന്നെ ഇതിന് ഹിസ്റ്ററി ബേസ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ മൂവിയാണ്. നല്ലൊരു മൂവിയാണ്. എല്ലാവരും കാണാം. ഞാനടുത്തുള്ള ഹീറോയിൻ ഡബ് ചെയ്ത് ഇഷ്ടപ്പെട്ടു. മലയാളത്തിലേക്ക് എനിക്ക് മലയാള സിനിമ കാണുന്നതിനോട് ഇത് നായകൻ ഡബ് ചെയ്ത് ഒരു സൂപ്പർ ഹീറോ മൂവിയാണ്. ഒരു ഗ്രാമത്തിൽ നടക്കുന്ന നല്ല ഹാപ്പിയായിട്ട് ഫാമിലിയായിട്ട്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. എന്തായാലും നല്ല ഒരു വർക്കാണ്. എല്ലാവരും കണ്ട് നല്ല രസമുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്കും ഫാമിലിയായിട്ട് ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ ഡബിങ് അടിപൊളിയായിട്ടുണ്ട്. അതിൽ ഞാൻ അതിൻ്റെ ഭാഗമായിരുന്നു. എന്നാലും ഒരുപാട് സന്തോഷം. ഹീറോയിനെ ഡബ് ചെയ്തൊക്കെയാണ് അജന്യാണ്. ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഞാനും ഈ പറഞ്ഞ ഡബിങ്ങിൽ ചെറിയൊരു ഭാഗമാണ്. ഹനുമാൻ ഒരു വൺ ടൈം വാച്ചുകളാണ്. കാരണം പടത്തിലെനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് വെച്ചേക്കുന്ന വർക്ക് അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എക്സ്പെഷ്യലി അതിൽ VFX ഗ്രാഫിക്സും എഡിറ്റിംഗ് ബെറ്റർ ആയിട്ടുണ്ട്. പക്ഷേ ഡയറക്ഷൻ, പിന്നെ വില്ലൻ റോള് തമിഴിലെ ഫേമസ് വില്ലനാണ് വിനയ്. വില്ലൻ റോള് അടിപൊളിയായിട്ടുണ്ട്. ശരത് കുമാറിൻ്റെ മകളുണ്ട്, തേജയാണ് നായകനായിട്ട്. നായകനായിട്ടുള്ള എന്താ പറയുക, ആക്ടിങ് സ്റ്റൈലൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ക്ലൈമാക്സിനോടൊക്കെ അടുത്തപ്പോൾ ആ ഒരു അതായത് ഒരു കാസ്റ്റ് റിലേറ്റഡ് ബേസ്ഡ് ഒരു ഫിലിമാണ്. അപ്പോൾ അതിനോട് ഭയങ്കര അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഭയങ്കര ഹിറ്റായിരിക്കും പടം. ഇവിടെ കാര്യം നമുക്ക് ഡൗട്ടാണ്. നമ്മൾ കുഴപ്പമില്ല, വൺ ടൈം വാച്ചുകളായിട്ട് കാണില്ല. മോശം എന്ന് പറയില്ല, കാരണം അവർ ചെയ്ത് വർക്ക് അടിപൊളിയായിട്ട് മാക്സിമം അതിൽ എഫേർട്ട് ഇട്ട് ചെയ്തിട്ടുണ്ട് പടം. ഇതിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പടം കൊള്ളാം, തിയേറ്റർ വാച്ചുകളാണ്. പക്ഷേ ഇത് നോർത്ത് ഇന്ത്യയിലേക്ക് കത്തും, ഇവിടെ കത്തുമെന്ന് എനിക്കറിയില്ല. കാരണം സയൻസും റിലീജിയനും തമ്മിലുള്ള ഒരു അങ്ങനെ ഒരു രീതിയിലാണ് മേക്ക് ചെയ്ത് വെച്ചേക്കേണ്ടത്. ഓവറോൾ കുഴപ്പമില്ല. നമ്മൾ ആ സ്പിരിച്വൽ ലെവൽ കണ്ടാൽ മതി.